ഭാരതാംബയൊന്നും അല്ലത്, ഏതോ ഒരു ചിത്രം. അത് RSSൻ്റെയാണ്. ആ RSS അതിൽ ഇന്ത്യ എന്ന് പറയുന്നതൊക്കെ നമ്മുടെ ഇന്ത്യ ഒന്നുമല്ല, എന്തൊക്കെയോ കൂടി ചേർന്ന ഇന്ത്യയാണ്. അതന്നെ അവർ പറയുന്ന അഖണ്ഡ ഭാരതം എന്നൊക്കെയാണ്. വെറുതെ പറയുന്ന ഓരോ പദങ്ങൾ ആരെങ്കിലും തോന്നിയോ പറയുന്ന പോലെ പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭരണവിരുദ്ധ വികാരം എന്നുള്ളതാണ്. ഈ സർക്കാരിന് പിണറായി വിജയൻ അതിന് പിണറായി ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ. അത് അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു പദം. അദ്ദേഹം ഉദ്ദേശിക്കുന്ന പിറകെ പോകേണ്ട കാര്യം ഞങ്ങൾക്കുള്ളത്. ഇവിടെ UDF രാഷ്ട്രീയ ആയുസ്സുമില്ല. ഈ നിയോജക മണ്ഡലത്തിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പുകൾ പൂർണ്ണമായിട്ട് നിങ്ങളെല്ലാം പരിശോധിക്കുന്നുണ്ടല്ലോ. പരിശോധിച്ചാൽ ഏത് തിരഞ്ഞെടുപ്പിലാണ് ഇത്ര ശൂന്യമായ ആയുധപ്പുരയില്ലാതെ ഒരു കാലം ഇതുപോലെ ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ, അനുഭവിച്ചിട്ടുണ്ടോ? UDF വേണ്ടി ഒറ്റുകൊടുത്തതാണ് നിലമ്പൂരിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് ജയിച്ചാറുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യൂദാസിൻ്റെ നിലയാണ് സ്വീകരിച്ചത്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് റിപ്പോർട്ടർ പ്രസ് കോൺഫറൻസിൽ. എനിക്കൊപ്പം റോഷിപാൽ, സാനിയോ മനോൻ. നമസ്കാരം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പാണ്. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇത്തവണ LDF മത്സര രംഗത്ത് ഇറങ്ങുന്നത്. ഒരു അഭിമാന പോരാട്ടമാണ്. പാർട്ടി ചിഹ്നത്തിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം നേരിട്ട് മത്സരിക്കുകയാണ്. എങ്ങനെയാണ് ഒരു പ്രതീക്ഷ? നല്ല പ്രതീക്ഷയാണ്. സ്ഥാനാർത്ഥി നിർണയം മുതൽ ഇതുവരെയുള്ള നിലമ്പൂരിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിച്ചാൽ വളരെ അനുകൂലമായ ഘടകങ്ങളാണ് ഓരോ ദിവസവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നല്ല പ്രതീക്ഷയോടുകൂടി വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷനും തുടർന്ന് 2026 നടക്കാൻ പോകുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിലേക്കും നല്ലൊരു കാൽവെപ്പായിരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. സാധാരണഗതിയിൽ നിലമ്പൂർ പോലുള്ള മണ്ഡലത്തിൽ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലേക്ക് ഒരു സ്വതന്ത്ര പരീക്ഷണമാണ് പാർട്ടിക്ക് ഒരു ഭാഗ്യമായിട്ടുള്ളത്, ഭാഗ്യപരീക്ഷണം എന്ന് പറയാൻ പറ്റുന്നത്. ഇപ്രാവശ്യം സ്വതന്ത്ര പരീക്ഷണം ഒഴിവാക്കാനിടയായ സാഹചര്യം എന്താണ്? അതൊരു തിരിച്ചടിയാവുമെന്ന് കരുതുന്നുണ്ട്. ഞങ്ങൾ സ്വതന്ത്രമാരെ പറ്റി ആലോചിച്ചിട്ടേ ഇല്ല. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് ആകെ ആലോചിച്ച ഒരേ ഒരു പേര് സ്വരാജിൻ്റെ പേര് മാത്രമാണ്. അപ്പോൾ തന്നെ ഉച്ചക്ക് മുമ്പ് സ്വരാജിൻ്റെ പേര് സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ തീരുമാനമെന്ന രീതിയിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. ആ പ്രഖ്യാപിച്ചത് മുതൽ ഇങ്ങോട്ട് വലിയ രീതിയിലുള്ള സ്വീകാര്യതയാണ് നിലമ്പൂരിൽ മാത്രമല്ല കേരളത്തിലുടനീളം ആ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത്. ഇത്തവണ സ്വരാജിന് മാത്രമാണ്. പക്ഷേ നേരത്തെയൊക്കെയാണ് KT ജലീൽ, അബ്ദുറഹിമാൻ, PV അൻവർ ഇവരൊക്കെ സ്വതന്ത്രരായിരുന്നു. ആ സ്വതന്ത്രമാകുമ്പോൾ പാർട്ടിക്ക് ഇവിടെ മലപ്പുറത്തുള്ളൊരു ബേസിക് വോട്ടും പ്ലസ് ഈ സ്ഥാനാർത്ഥികളുടെ വോട്ടും ചേർന്ന ഒരു ജയത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് സമവാക്യം. ആ മണ്ഡലങ്ങളെ പോലെ ഒരു മണ്ഡലമല്ല ഈ നിലമ്പൂർ സഖാവ് കുഞ്ഞാലിയുടെ രക്തസാക്ഷിത്വത്തോടു കൂടി തന്നെ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ളൊരു മണ്ഡലമാണ്. മാത്രമല്ല അധ്വാനിക്കുന്ന വർഗത്തിൻ്റെ സംഘടനാപരമായ ശേഷിയോടെ മുന്നോട്ടേക്ക് വന്നിട്ടുള്ളൊരു മണ്ഡലം കൂടിയാണ് നിലമ്പൂർ. അപ്പോൾ ആ നിലമ്പൂരിൽ സ്വന്തം നിയോജക മണ്ഡലത്തിൽ തന്നെ സഖാവ് സ്വരാജിന് മത്സരിക്കാനുള്ള ഒരവസരമാണ് വന്നു ചേർന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല വിജയം നേടാൻ കഴിയും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇതിൽ കഴിഞ്ഞ തവണ ഏതാണ്ട് വളരെ ചുരുങ്ങിയ വോട്ടിനാണ് LDF സീറ്റ് നിലനിർത്തിയത്. അത് PV അൻവറിലൂടെയാണ്. ഒരുപക്ഷെ നേരത്തെ കോൺഗ്രസ് പറഞ്ഞിരുന്നത് കോൺഗ്രസിന്റെ ഉരുക്കുകോട്ടയാണ് നിലമ്പൂർ എന്നാണ്. അങ്ങനെ PV അൻവറിലൂടെ പിടിച്ചെടുത്ത മണ്ഡലം ഈ തവണ PV അൻവർ LDFനൊപ്പമില്ല. LDF ആണെങ്കിൽ അവിടെ ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. അടിപതറുമോ? ചിഹ്നത്തിൽ മത്സരിച്ചാൽ അടിപതറുന്ന ഒരു സ്ഥലവും ഇല്ല കേരളത്തിൽ. ഏത് മണ്ഡലത്തിലും ഞങ്ങൾക്ക് ചിഹ്നത്തിൽ മത്സരിക്കാൻ കഴിയുന്നതാണ് നില. മാത്രമല്ല കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിനോടുള്ള ജനങ്ങളുടെ കൃത്യമായ വിശകലനം നല്ല രീതിയിൽ തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ഇവിടെ UDF രാഷ്ട്രീയ ആയുസ്സുമില്ല. ഈ നിയോജക മണ്ഡലത്തിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പുകൾ പൂർണ്ണമായിട്ട് നിങ്ങളെല്ലാം പരിശോധിക്കുന്നുണ്ടല്ലോ. പരിശോധിച്ചാൽ ഏത് തിരഞ്ഞെടുപ്പിലാണ് ഇത്ര ശൂന്യമായ ആയുധപ്പുരയില്ലാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടിക്കോ എതിരായിട്ട് ഒന്നും പറയാൻ കഴിയാത്ത ഒരു കാലം ഇതുപോലെ ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ, അനുഭവിച്ചിട്ടുണ്ടോ? എന്തൊക്കെയോ എന്തെങ്കിലും പറയുന്നുണ്ട്, അത് ഞാൻ കണക്കെടുക്കുന്നില്ല. വളരെ ഗൗരവമുള്ള
ഒരു രാഷ്ട്രീയം പോലും മുന്നോട്ടേക്ക് വെക്കാൻ സാധിക്കാത്ത ഒരു UDF ആണ് കേരളത്തിൽ ഇപ്പോൾ ഈ നിലമ്പൂരിൽ മത്സരിക്കുന്നത്. ഈ അൻവർ സ്ഥാനാർത്ഥി എത്തുമ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടുന്നുണ്ടോ LDF? ഞങ്ങൾക്കൊരാശങ്കയില്ല. അതെല്ലാം ആശങ്കപ്പെടേണ്ടതെല്ലാം UDFിൻ്റെ ഭാഗമാണ്. UDFിന് വേണ്ടി ഒറ്റുകൊടുത്തതാണ് നിലമ്പൂരിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് ജയിച്ച അൻവർ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യൂദാസിൻ്റെ നിലയാണ് സ്വീകരിച്ചത്. ആ സ്വീകരിച്ച നില അങ്ങനെയാണെന്ന് വന്ന ആ സമയം ഞങ്ങൾ അൻവറിനെ ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ അൻവറുമായി ബന്ധപ്പെട്ട കാര്യം ചർച്ചയൊന്നും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമില്ല. അതിലേക്ക് ഞങ്ങൾ എത്തിച്ചേരാൻ പാർട്ടിക്ക് മെരുങ്ങുന്ന ഒരാളായിരുന്നില്ലേ? ഞങ്ങളായും മരിക്കാറൊന്നുമില്ല. ഇതിലൊരു ആശയവും രാഷ്ട്രീയമൊക്കെയാണ് പ്രധാനം. ഈ രാഷ്ട്രീയവും ആശയവും ഒക്കെ വെച്ച് മുമ്പോട്ടേക്ക് പോകുമ്പോഴാണ് കൃത്യതയോടെ ഒപ്പം നിൽക്കാനാവുക. ഞങ്ങളിപ്പോൾ ഞങ്ങൾ മെരുക്കിയിട്ടാണോ BR കൃഷ്ണയ്യരെ ഒപ്പം നിർത്തിയത്? മുണ്ടശ്ശേരി മാഷെ ഒപ്പം നിർത്തിയത് മെരുക്കിയിട്ടാണോ? ഇതിന് ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ഇടത് പ്രസ്ഥാനത്തിൻ്റെ ഒപ്പം നിന്ന ആളുകൾ എല്ലായിടത്തും ചോദിച്ചു. അവരെല്ലാം മെരുങ്ങി വന്നൊന്നുമല്ല. അവർക്ക് അവരുടേതായ കാഴ്ചപ്പാടിനെ ഇടതുപക്ഷവുമായി ചേർക്കാനാവുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു കാഴ്ചപ്പാടുള്ള ആളാണ് ഇല്ലാത്ത ആളാണ് അൻവർ എന്ന് രണ്ടാമത്തെ ഘട്ടത്തിലെങ്കിലും നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോയി എന്ന് കരുതുന്നുണ്ടോ? ഞങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അയാൾ ഈ അടുത്ത നിലപാടിലേക്ക് പോകുന്നു എന്ന് ഞങ്ങൾ ധരിക്കുന്നില്ലല്ലോ. അതൊക്കെ ഏത് അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ആ നിലപാട് സ്വീകരിച്ചത്? അദ്ദേഹം തന്നെ പരിശോധിക്കണ്ടേ? ഞങ്ങൾക്ക് അതിൻ്റെ കാര്യമില്ല. ഞങ്ങൾ ഒഴിവാക്കി പിന്നെ വേറെ വർത്തമാനത്തിലേക്ക് പോകേണ്ട കാര്യമായി. PV അൻവർ രാജിവെച്ച് പോകുമ്പോൾ പ്രധാനപ്പെട്ട ഒരു ആരോപണം ഉന്നയിച്ചിരുന്നായിരുന്നു സർക്കാരിനെതിരെ എന്ന് പറഞ്ഞാൽ പിണറായിസം എന്ന വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ അതിപ്പോൾ തുടങ്ങിയതാണ്. ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പേ തുടങ്ങിയതായി പിണറായിസം. അങ്ങനെയല്ല, അന്നേരം പിണറായിസം തന്നെ ഓർമ്മയുണ്ടായിട്ടില്ല. സംസ്ഥാന സർക്കാരിന്റെ ചില പ്രവർത്തനങ്ങളെ, ആഭ്യന്തര വകുപ്പിനെ ഒക്കെ വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം രംഗത്ത് വരുന്നത്. ആഭ്യന്തര വകുപ്പ് വിമർശിക്കാൻ പറ്റാത്ത ആരാണ്ട് കേരളത്തിൽ? ആഭ്യന്തര വകുപ്പിനെ, മുഖ്യമന്ത്രിയെ, കേരളത്തിലെ ഗവൺമെൻറ്റിനെ ഒക്കെ വിമർശിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഇല്ലേ? ആ വിമർശനത്തിലേക്ക് ഉണ്ടാക്കിയ പ്രശ്നമുള്ളത്. പക്ഷേ തോന്നിയ പോലെ വിമർശിക്കലല്ലേ വേണ്ടേ? എന്താ കാര്യം എന്ന് മനസ്സിലാക്കിയിട്ട് ആവശ്യമായ നിലപാട് സ്വീകരിക്കലേ വേണ്ടേ? അല്ലാണ്ട് വെറുതെ വിമർശിച്ച് ഞാൻ പോകുന്നു. അൻവർ ഉന്നയിച്ച അന്നത്തെ പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ADGP MR അജിത് കുമാറിനെതിരെയാണെങ്കിലും ആ വിഷയങ്ങളൊന്നും പാർട്ടി വേണ്ടത്ര പരിഗണിച്ചില്ല എന്നുള്ളതുണ്ടല്ലോ. അല്ല, ഉള്ളത് വേണ്ടത്ര പരിഗണിക്കൂല, ഉള്ളത് പരിഗണിക്കുള്ളൂ. പിണറായിസം എന്ന വാക്ക് പിണറായിസം എന്ന വാക്കുണ്ടല്ലോ. ഇപ്പൊ കമ്മ്യൂണിസം, സോഷ്യലിസം എന്നൊക്കെ പറയുന്ന പോലെ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, മാർക്സിസ്റ്റ് പാർട്ടിക്ക് സംഭവിച്ചൊരു വ്യതിചലനത്തെ സൂചിപ്പിക്കുന്ന വാക്കായിട്ടാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. അങ്ങനെ ഒരു വ്യതിചലനം സംഭവിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി ഈസത്തെ പറ്റി മനസ്സിലാക്കാതെ അങ്ങനെയെല്ലാം വിശകലനം ചെയ്യുന്നത്. എന്താ നിങ്ങൾ മാർക്സം വിചാരിച്ചാൽ മനസ്സിലാക്കിയത്? മാർക്സം എന്നുള്ളത് കൊണ്ട് എന്താ, അല്ലെങ്കിൽ ഗാന്ധിസം എന്നുള്ളത് കൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? അതൊരു പ്രത്യേക എന്താണ് എന്ത് കമ്മ്യൂണിസം എന്ന് പറയുന്നത്? തൊഴിലാളി വർഗത്തോട് ഇടതുപക്ഷം നിൽക്കുന്ന ഒരു പ്രത്യേക ശാസ്ത്രമാണ്. അതിൽ നിന്ന് എല്ലാ ഈസത്തിനും ഒരു പശ്ചാത്തലം. ഞങ്ങൾ മാർക്സ് എന്ന് പറയുന്നത് മാർക്സ് എഴുതി വെച്ച കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലെയോ അല്ലെങ്കിൽ മൂലധനത്തിലെയോ അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും മാർക്സിസ്റ്റ് ഗ്രന്ഥങ്ങളിലെയോ ഏതെങ്കിലും ഖണ്ഡികയെ അടിസ്ഥാനപ്പെടുത്തി അല്ലെങ്കിൽ എല്ലാ ഖണ്ഡികയും ചേർന്ന് പറയുന്ന ഒന്നല്ല മാർക്സം. മാർക്സം എന്ന് പറയുന്നത് മാർക്സിൻ്റെ കാലം മുതൽ മാർക്സ് രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു ദാർശനിക പശ്ചാത്തലത്തിലൂടെ വളർന്നു വന്ന അതിൻ്റെ തന്നെ അർത്ഥശാസ്ത്രവും രാഷ്ട്രീയ മീമാംസയും എല്ലാം കൂടി ചേർന്ന് ഏറ്റവും ശാസ്ത്രീയമായൊരു സാമൂഹ്യ പരിവർത്തനത്തിൻ്റെ ഉപകരണമായിട്ട് രാജ്യത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ട എല്ലാം മാറ്റത്തിന് വിധേയമാണ്. മാറാത്ത ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അത് മാറ്റമാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ തീർക്കട്ടെ, ഇതായാലും ചോദിച്ചു പോയില്ലേ ആ ചോദ്യം. അതുകൊണ്ട് ആ ചോദ്യത്തിനൊരു വ്യക്തത വേണമെന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ചോദിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അത് അങ്ങനെ തന്നെ പറയുന്നത്. ഒരു വ്യക്തതയ്ക്ക് വേണ്ടി പറയുകയാണ്. മാർക്സ് എഴുതി വെച്ച കാലത്തിൻ്റെയും എത്രയോ കാലം കഴിഞ്ഞില്ലേ? ഇപ്പോൾ AI കാലഘട്ടമാണ്. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്. മാർക്സ് ചൂണ്ടിക്കാണിച്ച ഏറ്റവും ശാസ്ത്രീയമായ ഒരു അടിസ്ഥാനം എല്ലാം മാറുകയാണ്. മാറ്റമില്ലാത്ത, അനസ്യൂതമായ മാറ്റത്തിന് വിധേയപ്പെടാത്ത ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അത് അനസ്യൂതമായ മാറ്റം മാത്രം. അങ്ങനെയാണെങ്കിൽ ഇനിയാണ് അതിൻ്റെ ശരിയായ പറയാൻ പോകുന്ന കാര്യം അതാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ നിമിഷം വരെ ഈ പ്രകൃതിയിലെ, സമൂഹത്തിലെ നിരവധി മേഖലകളിൽ അല്ലെങ്കിൽ സർവ മേഖലകളിൽ, ശാസ്ത്ര സാങ്കേതിക വിദ്യ, ചരിത്രം, വിദ്യാഭ്യാസം ഉൾപ്പെടെ എല്ലാറ്റിലും ഉള്ള ഏറ്റവും അവസാനത്തെ കണ്ടെത്തൽ വരെ
ഈ നിമിഷം വരെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന അതിവിപുലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് മാർക്സം. ഇതാണ് മാർക്സത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട്. ആയില്ല, ഇനി തീർന്നില്ലല്ലോ. ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഇത് വളരെ ഗൗരവമുള്ള പ്രശ്നമായതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇതുവരെയുള്ള ഈ നിമിഷം വരെയുള്ളതേ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ ഈ പറയുന്ന ദർശനത്തെ അടിസ്ഥാനപ്പെടുത്തി. ഏതാ ദർശനം? എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഓരോ നിമിഷത്തിലുള്ള ഓരോന്നിനെയും പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒന്നാണ് അതിവിപുലമായി വികസിച്ചുകൊണ്ടിരിക്കുന്ന മാർക്സം എന്നാണ് മാർക്സത്തെ പറ്റിയുള്ള സങ്കല്പം. അല്ല, പക്ഷെ അതാ ചോദിച്ചാൽ ഈ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് അത് കമ്മ്യൂണിസത്തിൽ നിന്ന് പിണറായിസത്തിലേക്ക് ഏത് മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പൊ പുതിയ കാലഘട്ടത്തിൽ തൊഴിലാളി വർഗത്തോടുള്ള അഭിനിവേശം അസംബന്ധം പറയാണ്. എന്നിട്ട് അതിനൊരു പേര് കൊടുക്കുകയാണ്. അസംബന്ധം പറയും. ഞാൻ പറഞ്ഞില്ലേ, ഇത് അസംബന്ധം പറയുക, എന്നിട്ട് അതിനൊരു പേര് കൊടുക്കുകയും ചെയ്യുക. എന്നിട്ട് നിങ്ങൾ അതിനെപ്പറ്റി ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുക. ഞങ്ങൾക്ക് ആ ചർച്ചയിലൊന്നും താല്പര്യമില്ല. മാർക്സത്തെയോ അതുപോലെ തന്നെ ഈ പറയുന്നത് പോലെ ഗാന്ധിസത്തെയോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ ചർച്ച ചെയ്യാം. പിണറായിസത്തിന്റെ അല്ലാതെ വെറുതെ പറയുന്ന ഓരോ പദങ്ങൾ ആരെങ്കിലും തോന്നിയോ പറയുന്ന പോലെ പറയുന്ന ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭരണവിരുദ്ധ വികാരം എന്നുള്ളതാണ്. ഈ സർക്കാരിന് പിണറായി വിജയൻ അതിന് പിണറായിസ് ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ. അത് അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണ്. അദ്ദേഹം ഉദ്ദേശിക്കുന്ന പിറകെ പോകേണ്ട കാര്യം ഞങ്ങൾക്കുള്ളത്. ഓരോരുത്തരും ഓരോ പദം ഉപയോഗിക്കുക. പദം ഉപയോഗിക്കുന്നതിന് പിന്നിലേക്ക് ഞങ്ങൾ വരണോ? ഭരണവിരുദ്ധ വികാരമുണ്ടോ? ഒരു വികാരമില്ല. ഭരണത്തിന് അനുകൂലമായ വികാരമാണല്ലോ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ളിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വളർച്ചയുടെ അടിസ്ഥാനം. ഞങ്ങൾ സ്വന്തമായിട്ട് സ്ഥാനാർത്ഥി നിർത്തുന്നത് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളെയും പിന്നിൽ പരിശോധിച്ച് ചോദിക്കോ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് ഒരു 3ാം ടേമിലേക്കുള്ള യാത്രയാണ് ഈ കേരളം കാണാൻ പോകുന്നത്. 9 വർഷത്തെ LDF സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ LDF പറയുമ്പോൾ UDF ആ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ അവരുടെ രാഷ്ട്രീയ പ്രചാരണം അവിടെ തുടക്കം കുറിച്ചു. KC വേണുഗോപാൽ തന്നെ പറഞ്ഞ സാമൂഹ്യക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമർശനം സർക്കാരിനെതിരെ ഉയർത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്ത് കൈക്കൂലിക്ക് സമാനമായി പണം വിതരണം ചെയ്യുന്നു എന്നാണ്. അങ്ങനെയുള്ള ആ രീതിയിലാണ് അവർ പ്രചാരണം കൊണ്ടുപോകുന്നത്. നിസ്സഹായമായ ഒരു UDFനെയും അതിനെ നയിക്കുന്ന ഒരു അഖിലേന്ത്യാ നേതൃത്വത്തെയും പറ്റി എന്താ പ്രസംഗിക്കുക, എന്താ ഞാൻ പ്രതികരിക്കുക? ഒരു വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയമായ ഒരു വേദിയാണ് ഒരു തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ ആ കൺവെൻഷൻ നടത്തിയാണല്ലോ. മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാവരും ചേർന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ കൺവെൻഷൻ നടത്തിയാണല്ലോ. ഞങ്ങളെല്ലാം അവിടെ പ്രസംഗിച്ചിട്ടുണ്ടല്ലോ. വികസനത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പം UDF മിണ്ടുന്നില്ല. കാരണം എന്ന് പറഞ്ഞു പോയാൽ ഒരു മണിക്കൂർ നേരത്തെ വിശദീകരണമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ പറയുന്ന വികസനവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ പറയാനുള്ളത്. അതുകൊണ്ട് മിണ്ടുന്നില്ല. മിണ്ടാൻ പാടില്ല എന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ട്. കനകൂല സിദ്ധാന്തത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം അതാണ്. അതിനെപ്പറ്റി ഒന്ന് മുണ്ടി പോകണ്ടെന്നാണ്. കാരണം മുണ്ടിയാൽ പിന്നെ ഇതല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നാഷണൽ ഹൈവേ ഉൾപ്പെടെ അതിൻ്റെ തുടക്കവും അതിൻ്റെ അവസാനത്തേക്ക് പോയി അവരുടെ നിലപാടും ഇപ്പോൾ ഉള്ള നിലപാടും ഉൾപ്പെടെ മുഴുവൻ കാര്യങ്ങളും ഞങ്ങൾ പറയാൻ തുടങ്ങിയല്ലോ. വികസനത്തെ കാര്യം പറഞ്ഞാൽ എന്തെല്ലാം പറയാനുണ്ട്. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഖമുദ്ര തുടർച്ച വന്ന ഒരു ഗവൺമെൻറ്റിൽ എന്ന് പറഞ്ഞാൽ 5 കൊല്ലം കഴിഞ്ഞ് വീണ്ടും ആ ഗവൺമെൻറ് തുടർച്ചയായിട്ട് വന്ന ഒരു ഗവൺമെൻറ്റിൽ വികസനം എന്ന് പറയുന്ന ഒരു മഹോത്സവം പോലെ എങ്ങനെയാണ് സംഘടിപ്പിക്കാനാവുക എന്നുള്ളതിൻ്റെ സാമ്പിളാണ് കേരളം. അതുകൊണ്ട് അതിൻ്റെയും തുടർച്ചയിലേക്കാണ് ഞങ്ങൾ ഇനി 3ാമത്തെ ഘട്ടത്തിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും കേരളത്തിൻ്റെ ഒരു അവസ്ഥ എന്നുള്ളത് ഒരു 10-15 കൊല്ലം കഴിയുമ്പോഴേക്ക് ലോകത്തിന് തന്നെ മാതൃകയാവുന്ന ഒരു മുതലാളിത്ത സമൂഹത്തിലെ ബദലായ കേരളത്തെ നിങ്ങൾക്ക് ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റും. മാഷി, സാമൂഹ്യക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് ലേഖനം എഴുതിയപ്പോൾ ഈ UDF അധികാരത്തിലെത്തിയാൽ സാമൂഹ്യക്ഷേമ പെൻഷൻ നിർത്തലാക്കാനുള്ള സാധ്യതയുണ്ടെന്ന സൂചനയാണ്. അത് ഈ ഗുണഭോക്താക്കളെയൊക്കെ ആശങ്കപ്പെടുത്തുന്ന ഒരു ആശങ്കയും ജനങ്ങളുണ്ടാവില്ല. കാരണം കേരളത്തിൻ്റെ ഒരു അവസ്ഥ ഇതിൻ്റെ ഒരു ചരിത്രം മനസ്സിലാക്കാതെ കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്. ഈ 1980 കർഷക തൊഴിലാളി പെൻഷൻ, അതാണ് ക്ഷേമ പെൻഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പെൻഷൻ. മറ്റേ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് പലതും അവരുടെ വിഹിതം കൂടി ചേർത്ത് വാങ്ങിയിട്ടുള്ള പെൻഷനാണ്. കർഷക തൊഴിലാളി പെൻഷൻ, വിധവാ പെൻഷൻ, അതുപോലുള്ള പെൻഷൻ ഉണ്ടല്ലോ, വാർദ്ധക്യകാല പെൻഷൻ, അതൊക്കെയാണ് വിഹിതമില്ലാത്തത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പെൻഷൻ കർഷക തൊഴിലാളി പെൻഷനാണ്. 1980 ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് നായനാരുടെ ഗവൺമെൻറ് കർഷക തൊഴിലാളികളായിട്ട് 60 വർഷക്കാലം ജോലി ചെയ്ത് അധ്യാപകരും ജീവനക്കാരും മറ്റെല്ലാവരും ജോലി ചെയ്ത് പിരിഞ്ഞതിന് ശേഷം അവർക്കെല്ലാം ജീവിതത്തിൻ്റെ അവസാന ഘട്ടം ജീവിതത്തിന് വേണ്ടി ഒരു പരിഷ്കൃത സമൂഹം നൽകുന്ന പെൻഷനുണ്ട്. ആ പെൻഷൻ ഇല്ലാത്ത ഒരു പാവപ്പെട്ട വിഭാഗമാണ് ഈ മണ്ണിൽ അധ്വാനിച്ച് ജനതയെ ഊട്ടിയ കർഷക തൊഴിലാളി. ആ കർഷക തൊഴിലാളിയുടെ ജീവിതത്തിലെ മൂല്യവത്തായ കാലം മുഴുവൻ
അധ്വാനിച്ചിട്ടുള്ള അവർക്ക് അതിനൊരു മൂല്യം നൽകുക എന്നതാണ്. വെറുതെ ഒരു പെൻഷൻ മാത്രമല്ല, നമ്മുടെ ആളുകൾ മനസ്സിലാക്കേണ്ടത് ഇതിനൊക്കെ ഒരു അടിസ്ഥാനപരമായിട്ട് കാഴ്ചപ്പാടുണ്ട്. കേവലമായിട്ട് 45 റുപ്യയായിരുന്നു. 45 റുപ്യ കർഷക തൊഴിലാളിക്ക് നൽകുക എന്നുള്ളത് മാത്രമല്ല, ഈ 45 റുപ്യ നൽകുമ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനപരമായ ദർശനമുണ്ട്. ആ ദർശനം മുതലാളിത്തത്തിൻ്റെ ദർശനം എന്ന് പറഞ്ഞാൽ സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുക, ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുക എന്നുള്ളതാണ്. ഇതാണ് മുതലാളിത്ത ദർശനം. അതാണ് മുതലാളിത്ത പ്രതിസന്ധിയുടെ അടിസ്ഥാനവും അത് തന്നെയാണ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കുന്നത് എല്ലാവരുടെയും അധ്വാനം പോലെ തന്നെ ഈ പാവപ്പെട്ട മനുഷ്യൻ്റെ അധ്വാനത്തിനും മൂല്യമുണ്ട്. ആ മൂല്യത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കി അവരുടെ ജീവിതത്തിൻ്റെ അവസാനം സായാഹ്നത്തിൽ ഒരു നേരത്തെ കഞ്ഞിയെങ്കിലും കുടിക്കാൻ സാധിക്കുന്ന നിലയിലുള്ള ഒരു പെൻഷൻ അവർക്ക് അനുവദിക്കുക എന്ന് പറയുമ്പോൾ പെൻഷൻ മാത്രമല്ല, അവരുടെ ജീവിതത്തെ മാനിക്കൽ കൂടിയാണ്, ബഹുമാനിക്കൽ കൂടിയാണ്. ആ ബഹുമാനത്തിൻ്റെ കൂടി അർത്ഥസൂചകമായിട്ടാണ് അവർക്ക് പെൻഷൻ ഉണ്ട് എന്ന് പറഞ്ഞത്. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നു കരുണാകരൻ. കരുണാകരൻ പറഞ്ഞത് എന്താണ്? ഉൽപ്പാദനക്ഷമമല്ലാത്ത, അങ്ങനെയാണ് അത് ഉപയോഗിച്ചത്, ഉൽപ്പാദനക്ഷമമല്ലാത്ത ഈ പണം യഥാർത്ഥത്തിൽ ഇതിന് വേണ്ടി ചിലവാക്കുന്നത്. ഇവയ്ക്കൊന്നും ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നതല്ലല്ലോ, കഴിവില്ലല്ലോ, ശേഷിയില്ലല്ലോ, 60 വയസ്സ് കഴിഞ്ഞവരല്ലേ, അവർക്ക് നൽകുന്നു എന്നത് ഖജനാവ് കൊള്ളയടിക്കുന്നതാണ് എന്നായിരുന്നു അന്നത്തെ കോൺഗ്രസിൻ്റെ നിലപാട്. അവരുടെ ശിഷ്യന്മാരാണ് കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ. അവർ യാദൃശികമായി സംഭവിച്ചു പോയൊരു നാക്കുപിഴവല്ല, അവരുടെ വർഗപരമായ വീക്ഷണമാണ്. ആ വർഗപരമായ വീക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് പറഞ്ഞത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ പറയുന്ന ജനവിഭാഗങ്ങൾ, കർഷക തൊഴിലാളി ഉൾപ്പെടെയുള്ള ക്ഷേമ പെൻഷൻ വാങ്ങുന്ന 62 ലക്ഷം മനുഷ്യർക്ക് കൈക്കൂലിയാണ് കൊടുക്കുന്നത് എന്ന്. അപ്പോൾ കൈക്കൂലി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ ഈ പറഞ്ഞ സേവനത്തെ വിലമതിക്കുന്ന, അതിൻ്റെ മൂല്യത്തെ അംഗീകരിക്കുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ നിലപാടിൻ്റെ സമീപനം എന്താണ് എന്നുള്ളത് രണ്ടും വ്യത്യസ്തതയോടെ തിരിച്ചറിയുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ പൊരുൾ മനസ്സിലാകുക. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കാലത്താണല്ലോ പെൻഷൻ കൊടുക്കുന്നത്. അതല്ല തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമേ, ഇതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പ് കാലത്താണ് കൊടുത്തത്. ഇപ്പോൾ നമ്മൾ രണ്ട് ഗഡു കൊടുത്തു, ഇനിയിപ്പോൾ 2 ഗഡു കൂടി കൊടുക്കാനുണ്ട്. ഈ ഒരു 2-3 മാസം ആകുമ്പോഴേക്കും, ഓണം ആകുമ്പോഴേക്ക് എല്ലാ ഗഡുവും കൊടുത്ത് തീർക്കണം. എന്നിട്ട് അതാത് മാസത്തെ പെൻഷൻ പിന്നീട് കൊടുക്കാൻ സാധിക്കണം. അങ്ങനെയാണ് ഞങ്ങൾ കണ്ടത്. അതാണ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് ഈ പെൻഷനോട് എടുക്കേണ്ട നിലപാട് എന്നുള്ളതിനെ സംബന്ധിച്ച് പാർട്ടി ചർച്ച ചെയ്തു, ഗവൺമെൻറ് ചർച്ച ചെയ്തു, എല്ലാം ചർച്ച ചെയ്തിട്ട് തീരുമാനിച്ചു മുൻഗണന നിശ്ചയിക്കണം. അങ്ങനെ മുൻഗണന നിശ്ചയിച്ചപ്പോൾ ഒന്നാമത്തെ മുൻഗണന ഈ 62 ലക്ഷം വരുന്ന മനുഷ്യർക്ക് 1600 റുപ്യയെങ്കിലും, പോരായിരുന്നാണ് നമ്മുടെ അഭിപ്രായം, 1600 റുപ്യയെങ്കിലും മാസാമാസം കിട്ടുന്ന നിലയുണ്ടാവണം. കുടിശ്ശിക കൊടുത്തു തീർക്കണം. 18 മാസത്തെ കുടിശ്ശിക കൊടുത്തു തീർത്തിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നത്. അപ്പം തന്നെ ചെയ്തത് അതാണ്. ഉമ്മൻചാണ്ടി കൊടുക്കാനുണ്ടായിരുന്ന അത് 600 റുപ്യയേ ഉള്ളൂ. 600 റുപ്യ പ്രകാരമുള്ള 18 മാസത്തെ കുടിശ്ശിക കൊടുത്തു തീർത്തിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് യഥാർത്ഥത്തിൽ ഭരണത്തിൻ്റെ ഒന്നാമത്തെ മന്ത്രിസഭാ യോഗം ചേർന്ന് തീരുമാനിക്കുമ്പോൾ തന്നെ ചെയ്ത ഒന്നാമത്തെ പണി അതാണ്. അപ്പം ഞങ്ങൾക്ക് വർഗപരമായിട്ടുള്ളൊരു നിലപാടാണ് എന്ത് പാവപ്പെട്ട ഈ ജനവിഭാഗങ്ങളുടെ പെൻഷൻ. ഇനിയിപ്പോൾ വീട്ടമ്മമാർക്ക് പെൻഷൻ കൊടുക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞു. വീട്ടിലിരിക്കുന്ന അമ്മമാർക്ക് എന്തിന് പെൻഷൻ കൊടുക്കുന്നു എന്നല്ലേ ചോദിക്കുക. ഞങ്ങൾക്കതിന് കൃത്യമായ നിലപാടുണ്ട്. വീട്ടമ്മമാരുടെ അധ്വാനം ഇപ്പോൾ സുപ്രീം കോടതി തന്നെ അംഗീകരിച്ചു. മുമ്പ് ആരും അംഗീകരിക്കാത്തതാണ്. വീട്ടമ്മക്ക് ജോലിയുണ്ടോ എന്ന് ചോദിച്ചാൽ വീട്ടമ്മ പറയുന്നത് എന്താ, എനിക്ക് ജോലി ഇല്ല എന്നാണ്, അല്ലേ? കോടതി പറഞ്ഞു വീട്ടമ്മക്ക് ജോലിയുണ്ട്. രാവിലെ എഴുന്നേൽക്കുകയും ഏറ്റവും അവസാനം കിടക്കുകയും ഉറങ്ങാൻ കിടക്കുകയും ചെയ്യുന്നത് വീട്ടമ്മയാണ്. വീട് നോക്കേണ്ടതുണ്ട്, കുട്ടികളെ നോക്കേണ്ടതുണ്ട്, പശുക്കളെ നോക്കേണ്ടതുണ്ട്, എന്തൊക്കെയാണ് വീടുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യേണ്ടത് മുഴുവൻ ചെയ്തിട്ടാണ്. അപ്പോൾ ആ അധ്വാനത്തിന് എന്തുണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ അധ്വാനത്തിന് മൂല്യമുണ്ട്. പക്ഷെ അതൊരു വോട്ട് ബാങ്ക് സൃഷ്ടിക്കലല്ലേ? ഒരു വോട്ട് ബാങ്ക് ഇതെന്താ പറയുന്നത്? ഞങ്ങൾക്ക് വോട്ട് ബാങ്ക് സൃഷ്ടിക്കേണ്ട യാതൊരു കാര്യമില്ല. ഞങ്ങൾ ഈ വർഗപരമായിട്ട് ഇതിൻ്റെ ഒപ്പം തന്നെയല്ലേ ഉള്ളത്. ഞങ്ങളെന്തിനാണ് സൃഷ്ടിക്കുന്നത്? അവരുള്ളതാണ്, ഈ പാവപ്പെട്ട ജനവിഭാഗം ഉള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ സ്ത്രീകളുടെ അധ്വാനത്തിന് മൂല്യമുള്ളതുകൊണ്ട് ആ മൂല്യവത്തായ അധ്വാനത്തിൻ്റെ ഭാഗമായിട്ട് ഇന്നും സ്ത്രീകൾ, വീട്ടമ്മമാർ കഴിയുന്നു എന്നുള്ളത് കൊണ്ട് അവർക്ക് എന്ത് വേണം? അവർക്ക് പെൻഷൻ കൊടുക്കണം. ആ നിലപാട് നടപ്പിലാക്കാനായിട്ടില്ല. അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തികമായ ഒരു പ്രതിരോധം തീർത്ത സമീപനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് സാധിക്കാതിരിക്കുന്നത്. അത് വേണം തന്നെ ഞങ്ങളുടെ അഭിപ്രായം. ഇപ്പോൾ അടുത്ത ഗവൺമെൻറ് വരുമ്പോഴും ഞങ്ങൾ തീർച്ചയായിട്ടും അതിൻ്റെ അന്ന് ഞാൻ ഈ പറഞ്ഞു വെച്ചത് എങ്കിലും നടപ്പിലാക്കാൻ ആവശ്യമായ നിലപാട് ചെയ്യും.
ഈ വികസന പ്രവർത്തനങ്ങളും ഭരണ നേട്ടങ്ങളും മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ വോട്ട് പിടിക്കാം എന്നാണ് നമ്മൾ LDF കരുതുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ഈ ഒരു ഭരണത്തിന്റെ വിലയിരുത്തൽ കൂടിയാവും എന്ന് പറയാൻ കഴിയുമോ? അല്ല, ഞങ്ങൾ ഈ വികസനവും അതുപോലുള്ള കാര്യങ്ങളും മാത്രം പറഞ്ഞുകൊണ്ടാണ് വികസനമല്ല ഒരു യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘോഷയാത്രയുണ്ടല്ലോ. ഒരു ഘോഷയാത്രയിലെ വിവിധങ്ങളായ പരിപാടികളുണ്ടാവില്ല. ആ പരിപാടിയുടെ ഒരു പരിപാടിയായിട്ട് ഒന്ന് കണ്ടാൽ മതി. ഞങ്ങൾ കാണുന്നത് കേവലം വികസനം മാത്രമല്ല, വികസനത്തിന് പ്രാധാന്യമുണ്ട്. അതിപ്പോൾ UDF മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ലോകത്തൊരു പ്രതിപക്ഷവും പറയാതെ രീതിയിൽ ഇവരിവിടെ പറഞ്ഞത്. കാരണം എന്താ, ഒരു വികസനവും നടത്താൻ ഇവിടെ അനുവദിക്കില്ല. ഇങ്ങനെ പറഞ്ഞാൽ ലോകത്ത് ഏതെങ്കിലും പ്രതിപക്ഷം പറയുന്നുണ്ട് നിങ്ങളെ ഓർമ്മയിൽ? അതുകൊണ്ടാണ് KC വേണുഗോപാലിനെ വികസനത്തിന്റെ കാലം എന്ന് വിശേഷിപ്പിച്ചു. കാലം എന്ന് പറഞ്ഞ പദപ്രയോഗത്തിനൊന്നല്ല ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം. വികസനത്തിന് ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ, അതായത് ഒരു വികസന പ്രക്രിയയും കേരളത്തിൽ നടക്കാൻ അനുവദിക്കില്ല എന്ന് രാഷ്ട്രീയ തീരുമാനമെടുത്ത ഒരേ ഒരു മുന്നണിയല്ലേ UDF. അവർ രാഷ്ട്രീയ തീരുമാനിച്ചത് പത്രത്തിൽ പറഞ്ഞതല്ലേ. ഞാൻ പറയുന്ന ആരോപണമല്ലല്ലോ. ഒരു വികസന പ്രവർത്തനത്തിനും ഞങ്ങൾ പിന്തുണ നൽകില്ല. അപ്പോൾ ഇവിടെ കേരളത്തിൽ നടന്ന കഴിഞ്ഞ കുറച്ച് കൊല്ലക്കാലത്തെ 9 കൊല്ലക്കാലത്തിൻ്റെ ചിത്രം പരിശോധിച്ച് നോക്കിയാൽ വികസന വിരുദ്ധ സമരം മാത്രമേ നടന്നിട്ടുള്ളൂ. വേറെ എന്ത് സമരമാണെന്ന് ഇവിടെ? UDF നടത്തിയ എല്ലാ സമരവും വികസന വിരുദ്ധ സമരമാണ്. ഞങ്ങൾ നടത്തിയ എല്ലാ ശ്രമവും വികസനത്തിന് വേണ്ടിയിട്ടുള്ള സമരമാണ്. KC വേണുഗോപാലിനെ കാലൻ എന്ന് വിശേഷിപ്പിച്ചതിന് വലിയ വിമർശനമാണ് UDF പറയുന്നത്. വിമർശിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ടല്ലോ. അതുപോലെ വിമർശനം കണ്ടാൽ മതി. പദപ്രയോഗം അതിൻ്റെ അപകടം കാണില്ല. ആ ഒരു പദപ്രയോഗം മോശമായി പോയി. അല്ല, എന്താ ഈ പദം? അന്തകൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് കാലൻ അത്ര നല്ല കഥാപാത്രമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്, കാലനെ മോശമായ കഥാപാത്രമായിട്ടും അവതരിപ്പിക്കുന്നുണ്ട്. കാലൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, വികസന വിരുദ്ധനാണെന്നേ അർത്ഥമുള്ളൂ. അതിനപ്പുറത്ത് വിശദീകരിക്കാൻ പുറപ്പെടണ്ട. ഞാൻ പറഞ്ഞതാണ് സംഭവം. ഞാൻ എന്താ പറഞ്ഞത്, അവരുടെ രാഷ്ട്രീയ അജണ്ട ഒരു വികസനവും കേരളത്തിൽ നടത്താൻ അനുവദിക്കില്ല എന്നതാണ്. അതിൻ്റെ കുറച്ചും കൂടി വിശാലമായിട്ടും കുറച്ചും കൂടി വിശേഷണപരമായിട്ടും പറഞ്ഞാൽ എന്തു പറയാ, ഈ പറഞ്ഞ പോലെ പറഞ്ഞു. അത്രയേ ഉള്ളൂ. ഈ വികസനവും ഭരണനേട്ടവും മാത്രമല്ലെങ്കിൽ ആ ഘോഷയാത്രയിൽ ഒരുപാട് കാര്യം അതിൻ്റെ അകത്ത് ചേർക്കുന്നുണ്ട്. ഒന്ന്, ഇന്ത്യക്ക് ബദലാവുന്ന ഒരു നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. അതിൽ വികസനത്തിൻ്റെ പ്രശ്നം എന്ന് പറയുമ്പോൾ വികസനം എന്ന് പറയുന്നത്, ഇവരും വികസനം പറയുന്നുണ്ട്, UDF വികസനം പറയുന്നുണ്ട്, അതുപോലെ തന്നെ കോൺഗ്രസ് വികസനം പറയുന്നുണ്ട്, BJP വികസനം പറയുന്നുണ്ട്. ആരെ വികസനമാണ്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മുതലാളിത്ത പ്രതിസന്ധി തന്നെ അടിസ്ഥാനമാകുന്നത് സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുകയും ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുകയും ചെയ്യുന്ന മുതലാളിത്ത പ്രതിസന്ധിയാണ്. ഉൽപാദനോപാധികളുടെ സ്വകാര്യ ഉടമസ്ഥതയിൽ നിന്നാണ് ഈ കൊള്ള നടക്കുന്നത്. ഉൽപാദനോപാധികളുടെ സ്വകാര്യ ഉടമസ്ഥതയിൽ നിന്നാണ് സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുന്നതും ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുന്നതും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുന്ന പ്രക്രിയ അവസാനിപ്പിക്കേണ്ടുന്നത് സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് അനിവാര്യമാണ്. ലോകത്തെവിടെയും, കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെവിടെയും. അപ്പോൾ ഇവിടെ ഒരു ബദലാണ് കേരളം. ഇതാണ് യഥാർത്ഥത്തിൽ ഈ കേരളം ഒരു കുത്തക മുതലാളിത്തത്തിൻ്റെയും ഭൂപ്രഭുത്വത്തിൻ്റെയും സാമ്രാജ്യത്തിൻ്റെയും വർഗ താല്പര്യ സംരക്ഷണത്തിൻ്റെ ഉപകരണമായി നിലകൊള്ളുന്ന ഒരു ഭരണകൂട വ്യവസ്ഥയുടെ ഭാഗമാണ് കേരളം. കേരളം വേറെന്തോ സോഷ്യലിസമാണ്, ജനാധിപത്യ വിപ്ലവമാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഇതേ ഭരണകൂടം, അതായത് UPക്ക് ബാധകമായ, മധ്യപ്രദേശിന് ബാധകമായ, കർണാടകത്തിന് ബാധകമായ, തമിഴ്നാടിന് ബാധകമായ, കേരളത്തിന് ബാധകമായ ഒരു ഭരണകൂട വ്യവസ്ഥയാണ് ഇന്ത്യയിലുള്ളത്. ആ ഭരണകൂട വ്യവസ്ഥയിലുള്ള ഒരു സംസ്ഥാനത്ത് ഭരണമാണ് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ആ ഭരണം എങ്ങനെ മാതൃകയാവുന്നു? ഇങ്ങനെ നേരത്തെ പറഞ്ഞ സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുകയും ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുകയും ചെയ്യുന്ന സ്ഥാനത്ത് ദരിദ്രരെ സാമൂഹിക ജീവിതത്തിൻ്റെ മുൻപിലേക്ക് കൊണ്ടുവരാൻ ഇങ്ങനെ കേരളത്തെ സാധിക്കും. അർദ്ധവികസിത സമൂഹം 400 കൊല്ലക്കാലമായിട്ട് ലോകത്തിൻ്റെ മുമ്പിൽ വളർന്നുകൊണ്ടിരിക്കുന്ന, വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ഒപ്പം എങ്ങനെ കേരളത്തിലെ ജനതയെ മുന്നോട്ടേക്ക് നയിക്കാം? ദാരിദ്ര്യം എങ്ങനെ വെറും വികസനം മാത്രം 0.5%, 7% ഈ കഴിഞ്ഞ രണ്ടാം പിണറായി ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ ദാരിദ്ര്യത്തിൻ്റെ കേരളത്തിൻ്റെ അവസ്ഥ 0.7%. ആ 0.7% ഇപ്പോഴും 0.5%. ഇനി വരുന്ന നവംബർ 1-ാം തീയതിയോടുകൂടി 0.0 മാറാൻ പോവുകയാണ്. എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം അവസാനിപ്പിക്കുന്ന, അതിദാരിദ്ര്യം അവസാനിപ്പിച്ച
ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായിരിക്കും കേരളം. പക്ഷെ ബദലാകുന്നു എന്ന് പറയുമ്പോഴും നമ്മൾ വിഴിഞ്ഞത്ത് സ്വകാര്യ മൂലധന ശക്തികൾക്ക് ഇഷ്ടം പോലെ നിക്ഷേപിക്കാൻ അവസരം കൊടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം എയർപോർട്ടിലുണ്ട്, നമ്മൾ പാലക്കാട് ഡിസ്റ്റിലറി സ്ഥാപിക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ ഒട്ടനവധി പദ്ധതികൾ ഈ സ്വകാര്യ മൂലധന ശക്തികൾക്ക് ഇവിടെ നിക്ഷേപിക്കാൻ അവസരം കൊടുക്കുന്നുണ്ട്. അവിടെ സമ്പന്നർ കൂടുതൽ സമ്പന്നരാവുകയാണ്. അപ്പൊ എങ്ങനെയാണ് കേരളം ബദലാവുന്നത്? ഞങ്ങൾ ബദലാകുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിന്റെ ഊന്നലാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് കേരളത്തിൽ? സ്വകാര്യ സർവകലാശാല വരാം, അതൊക്കെ വരും. അതിനൊന്നും ഞങ്ങൾക്ക് തർക്കം. ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞത് നിങ്ങൾക്ക് വ്യക്തമായിട്ടാണ്. അല്ല, എനിക്ക് വ്യക്തമായി നമ്മൾ ബദലാവുന്നില്ലല്ലോ, നമ്മൾ ആ ഒഴുക്കിനെ ബദലാവും. ഇത് ബദലായത് എന്തുകൊണ്ടാണ് മധ്യപ്രദേശിനും രാജസ്ഥാനും അതുപോലെ തന്നെ ഏതെങ്കിലും സംസ്ഥാനങ്ങൾക്ക് ഈ കേരളം പോലെ 0.0 എത്താൻ പറ്റാത്തത് ദാരിദ്ര്യം? അതാലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഉണ്ടോ? ആലോചിച്ചോ? മൂലധന ശക്തികൾ. ഞാൻ മൂലധന ശക്തിയെ പറ്റി പറയാം. അത് പറഞ്ഞാൽ പുറപ്പെട്ട 10 മണിക്കൂറും പറയും. ഇതൊന്നും ഇലക്ഷൻ്റെ കാര്യത്തിൽ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. വേണമെങ്കിൽ ചർച്ച ചെയ്യാം, ഞാൻ തയ്യാറാണ്. നിങ്ങൾ റിപ്പോർട്ടറല്ലേ? റിപ്പോർട്ടറിൻ്റെ അകത്ത് ഇത് ഓരോന്നായിട്ട് വെച്ച് എത്ര മണിക്കൂർ വേണമെങ്കിലും ചർച്ച ചെയ്യാൻ ഞാൻ തയ്യാറാണ്. നിങ്ങളുടെ മൂലധന ശേഷിയെ സംബന്ധിച്ച് എങ്ങനെയാണ് മൂലധന ശേഷി ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് ചൈന ഉപയോഗിച്ചത്, എങ്ങനെയാണ് ചൈന ദാരിദ്ര്യം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് മറികടന്നത് എന്നുൾപ്പെടെയുള്ള അനുഭവം ലോകത്തിന് മുമ്പിലുണ്ട്. ഞങ്ങളിപ്പോൾ സ്വകാര്യ മൂലധനത്തെ പൂർണ്ണമായിട്ട് അവസാനിപ്പിച്ച നിലപാട് സ്വീകരിച്ചിട്ടില്ല. CPIM എന്ന പാർട്ടി അതിൻ്റെ രാഷ്ട്രീയ പ്രമേയത്തിൻ്റെ ഭാഗമായി 18ാം പാർട്ടി കോൺഗ്രസ് തന്നെ എങ്ങനെയാണ് സ്വകാര്യ മൂലധനത്തെ ഗവൺമെൻറ് ഉപയോഗിക്കേണ്ടത് എന്നെ സംബന്ധിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ള പാർട്ടി തന്നെയാണ്. നിങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ വരണ്ടു പോകും നിങ്ങൾ ധരിക്കണ്ട കേട്ടോ, അത് നിങ്ങൾ ധരിക്കേണ്ടിയില്ല. ഞങ്ങൾക്കിതിനെപ്പറ്റി നല്ല ധാരണയുണ്ട്. പ്രത്യശാസ്ത്രപരമായ ഉള്ളടക്കത്തോടുകൂടി തന്നെയാണ് കൈകാര്യം ചെയ്തത്. അതുകൊണ്ട് നിങ്ങളവിടെ മൂലധനം മറ്റേ എവിടെയാണ് നിങ്ങൾ പറഞ്ഞ ആദ്യം മറ്റേ വിഴിഞ്ഞം സ്വകാര്യ മൂലധനമുണ്ട്. അത് സ്വകാര്യവൽക്കരിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അത് ഉമ്മൻചാണ്ടി ചെയ്തതാണ്. വിഴിഞ്ഞ തുറമുഖം നമുക്ക് യഥാർത്ഥത്തിൽ ഫലപ്രദമായിട്ട് നമുക്ക് ഇതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ ഇപ്പോൾ ഇവിടെ നെടുമ്പാശ്ശേരി എയർപോർട്ട് കൈകാര്യം ചെയ്ത പോലെ കൈകാര്യം ചെയ്യാൻ കഴിയായിരുന്നു. പക്ഷേ അത് പൂർണ്ണമായിട്ടും കൊടുത്തത് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടൊരു കരാറിന്. ആ കരാർ പൊളിക്കാൻ നമ്മൾ പുറപ്പെട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആ കരാറിനെ പറ്റി അന്നും വിമർശനമുണ്ട്, ഇന്നും വിമർശനമുണ്ട്, നാളെയും വിമർശനമുണ്ട്. ഇതിൽ അപ്പോൾ ഒന്നും കൂടി പണ്ട് അവസാനിപ്പിച്ചാൽ, അതായത് സ്വകാര്യ മൂലധനത്തെ ഞങ്ങൾ അവസാനിപ്പിക്കുക എന്നുള്ള ഉദ്ദേശമില്ല. CPIMൻ്റെ ഒരു ഗവൺമെൻറ്റിന് സ്വകാര്യ മൂലധനം പൂർണ്ണമായിട്ട് അവസാനിപ്പിച്ച് എന്നിട്ട് ഗവൺമെൻറ് മുന്നോട്ടേക്ക് പോകുന്നത് ഞങ്ങളിപ്പോൾ ഉപയോഗിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഈ കേരളം എങ്ങനെയാണ് ഈ വികസനം നേടിയത്? ശരിയായ മെസ്മരിസം പോലെയല്ലേ? അതിൻ്റെ ഒന്നാമത്തെ പണി എന്താ? കിഫ്ബി അല്ലേ? 90,000 കോടിയാണ് കിഫ്ബി മുഖേന ഈ കേരളത്തിൻ്റെ പശ്ചാത്തല സൗകര്യം വികസിക്കാൻ ഉപയോഗിച്ചത്. അത് വേറെ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? 90,000 കോടി. അപ്പോഴാണ് ഇവിടെ സ്കൂൾ വന്നത്. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, LP സ്കൂൾ ഉൾപ്പെടെ എല്ലാം സുന്ദരമായ സ്കൂളുകളായിട്ട് മാറി. ആശുപത്രി കെട്ടിടങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ നാഷണൽ ഹൈവേ 5,600 കോടിയാണ് അതിൻ്റെ ഭാഗമായിട്ട് കൊടുത്തത്. അതുപോലെ തന്നെ പാലങ്ങൾ. ഈ പശ്ചാത്തലം മുഴുവൻ രാജ്യത്തിന് മാതൃകയാവുന്ന രീതിയിൽ കേരളം കാണുകയല്ലേ? ആരെയും കൊണ്ട് പിടിച്ചു പോയപ്പോഴല്ലേ ഈ മലയോര മേഖലയിലെ മുഴുവൻ റോഡ് ഇങ്ങനെയുണ്ടെന്ന് ജനങ്ങൾക്ക് മനസ്സിലായത്. അത്രയും സുന്ദരമായ റോഡ് ഇവിടെ മലയോര മേഖലയിൽ. നാഷണൽ ഹൈവേനെ പോലെ തന്നെയല്ലേ മലയോര ഹൈവേ? ഇവിടെ കാണുന്നില്ലേ നിങ്ങൾ? മലയോര ഹൈവേയുടെ ഭാഗമല്ലേ ഇവിടെ കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെ തീരദേശ ഹൈവേ. ഇങ്ങനെ ഓരോന്നും ഇതെല്ലാം കിഫ്ബി. അതിനുശേഷം ഞങ്ങൾ നോക്കിയപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് വീണ്ടും പണം തരുന്നില്ല, വലിയ രീതിയിലുള്ള പ്രതിരോധമാണ്. അപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞത് സ്വയം സംരംഭകർ കണ്ടെത്തണം. 1 ലക്ഷം എന്ന് ആദ്യം പറഞ്ഞു. ഞാൻ മന്ത്രിയായിരുന്ന സമയത്താണ് അത് തീരുമാനിച്ചത്. ഞാൻ കൂടി പങ്കെടുത്തുകൊണ്ടാണ് മുനിസിപ്പാലിറ്റിയെയും പഞ്ചായത്തിനെയും അതുപോലെ തന്നെ കോർപ്പറേഷനെയും ഒക്കെ തന്നെ ഈ പുതിയ തലത്തിലേക്ക് എങ്ങനെയാണ് മാറ്റേണ്ടത് തീരുമാനിച്ചത്. അത് 3,50,000 3,50,000 100 കോടി രൂപ വരെയുള്ള നിക്ഷേപങ്ങൾ രൂപപ്പെട്ടു അതിൻ്റെ ഭാഗമായിട്ട്. അതിൻ്റെ ശേഷമാണ് ഞങ്ങൾ ആലോചിച്ചത് വികസനത്തിന് ഇനി എന്താണ് മാർഗം. അതാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എറണാകുളത്ത് ചേർന്നപ്പോൾ 26 രാജ്യങ്ങളിൽ നിന്ന് വിവിധ മേഖലയിലുള്ള ആളുകൾ ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് കേരളത്തിലേക്ക് വന്നു. നിക്ഷേപിക്കാൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം കേരളമാണെന്ന് മനസ്സിലായി. തൊഴിലില്ലായ്മ പരിഹരിക്കാൻ നമുക്കിവിടെ. ഈ കേരളത്തിലെ തൊഴിലില്ലായ്മ, അഭ്യസ്തവിദ്യരായ യുവാക്കൾ ഇത്രയധികമുള്ള ഒരു നാട് വേറെ ലോകത്തോടെയില്ല. അത്രയും അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ ഇവിടെയുണ്ട്. അതിൻ്റെ കാരണം വിദ്യാഭ്യാസം ജനകീയവൽക്കരിക്കപ്പെട്ടു എന്നുള്ളതുകൊണ്ടാണ്. അഭ്യസ്തവിദ്യരായിട്ടുള്ള ആളുകൾ UP യിലും മധ്യപ്രദേശിലുണ്ട്. പക്ഷേ അവരാരും പാവപ്പെട്ട കർഷക തൊഴിലാളിയുടെയും കൃഷിക്കാരൻ്റെയും ചെത്തുതൊഴിലാളിയുടെയും മക്കളല്ല, അല്ല പ്രമാണിമാരുടെ മക്കളാണ്. ഇവിടെ എല്ലാ പാവപ്പെട്ട മനുഷ്യൻ്റെയും വീട്ടിൽ ഇപ്പോൾ പരിശോധിച്ചോ 1957 ശേഷം ഇപ്പോഴത്തെ 3ാമത്തെ തലമുറയാണ്. ആ 3ാമത്തെ തലമുറ എല്ലാ വീട്ടിലും ഉള്ളത് അഭ്യസ്തവിദ്യരായ യുവാക്കളാണ്. ഇതുപോലെ ഇന്ത്യയിൽ വേറെ എവിടെയില്ല, ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിലുണ്ട്. പക്ഷേ 10 മാസത്തിനപ്പുറത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു, അതിന് തൊട്ടു മുമ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉണ്ട്. അപ്പൊ ഈ വികസനം തന്നെ മുൻനിർത്തിയുള്ള ചർച്ചകളുമായി തന്നെ പോവുകയാണ്. വികസനം മാത്രം ഞാൻ ഈ പറഞ്ഞതൊന്നും വികസനമല്ലല്ലോ, വികസനം മാത്രമല്ലല്ലോ, ക്ഷേമ പദ്ധതികൾ. നാട്ടിൽ ജനങ്ങളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തുകയല്ലേ നിങ്ങൾ കാണേണ്ടത്. കേരളം എങ്ങനെയാണ് ഇങ്ങനെ നിന്നത്? വേറെ ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത രീതിയിലുള്ള ഈ വളർച്ച, വിദ്യാഭ്യാസ മേഖലയിലുള്ള വളർച്ച,
ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഈ വളർച്ച, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പട്ടിണി പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കാൻ കഴിയുന്ന ഈ ശേഷി, ഇത് കേവലമായിട്ടുള്ള വികസനം മാത്രമല്ല, ഇതൊരു കൃത്യമായ വീക്ഷണത്തോടു കൂടിയുള്ള ഒരു ബദൽ സംവിധാനം രൂപപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വന്നു. ഇനി നമുക്ക് കേരളത്തിൽ വേണ്ടത് ഹാപ്പിനെസ്സിലേക്ക് പോകണം എന്ന് പറഞ്ഞാൽ സന്തോഷാത്മകമായ ഭൂട്ടാനൊക്കെ പറയുന്നത് 56 ഭൂട്ടാൻ പറഞ്ഞാണ്. അതിലേക്ക് നമുക്ക് കാരണം ഇവിടെ ഈ പറയുന്ന പട്ടിണി അവസാനിപ്പിക്കാൻ സാധിക്കുക, കയറിക്കിടക്കാൻ ഇട ഉണ്ടാകുക, വസ്ത്രം ഉണ്ടാകുക, ഭക്ഷണം ഉണ്ടാകുക, അതുപോലെ തന്നെ ചികിത്സിക്കാനുള്ള സൗകര്യം ഉണ്ടാകുക, പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാകുക. ഈ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം രൂപപ്പെട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ മനുഷ്യൻ്റെ ജീവിതം എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോവുക? അവിടെ അവസാനിക്കുന്നില്ലല്ലോ. പിന്നെ അവനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കത്തക്ക രീതിയിലുള്ള ഫലപ്രദമായ ഇടപെടലിലേക്ക്, അതെന്ന് പറഞ്ഞാൽ സാമൂഹികമായ ജീവിതത്തിൻ്റെ ഏറ്റവും ഉത്സവപരമായ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞാൽ സന്തോഷത്തിൻ്റെ ഒരു ഉത്സവം ഈ കേരളത്തിലെ മുഴുവൻ മനുഷ്യർക്ക് നൽകാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത്. അതാണ് ഞാൻ 10-20 കൊല്ലം കഴിയുമ്പോഴേക്ക് ഈ കേരളം ഇന്ത്യക്ക് മാത്രമല്ല ലോകത്തിന് തന്നെ മാതൃകയാവുന്ന ഒരു പുതിയ നാടായി മാറുമെന്ന് പറയുന്നത് വെറുതെ പറയുന്നതല്ല, സാങ്കല്പികമായി പറയുന്നതല്ല, ഇതെല്ലാം കൂടി ചേർത്താ പറയുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അത് ഈ തെരഞ്ഞെടുപ്പുകളുടെയൊക്കെ ഒരു സെമി ഫൈനലാണോ? ഇതൊന്നും കണക്കാക്കേണ്ട കാര്യമില്ല. ഇതൊന്നും ഒരു തിരഞ്ഞെടുപ്പായിട്ട് കണക്കാക്കേണ്ടിയില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അതിലേക്ക് പ്രവേശിച്ചു. ഇതിലേക്ക് തെരഞ്ഞെടുപ്പിന്റെ റൺവേയിൽ മൂന്നാം ടേം ഗവൺമെൻറ്റിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചു. ഇനി ഇതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങളെ ആ തലത്തിലേക്ക് ഉയർത്തി കൊണ്ടുവരും. ജനങ്ങൾ ഇപ്പോൾ തന്നെ ഉയർന്നു വരുന്നുണ്ട്. നിങ്ങൾ പിന്നെ ആരെ വെച്ചിട്ടാണ് ഈ കേരളത്തെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ആലോചിക്കാൻ പോകുന്നത്? ഞാൻ പറഞ്ഞു നിങ്ങൾ ആരെ പറ്റിയാ പറയുക? KC വേണുഗോപാലിനെ പറ്റിയാണോ പറയുക? പെൻഷൻ കൊടുത്തിട്ട് കൈക്കൂലി വാങ്ങി കൈക്കൂലിയായിട്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ KC വേണുഗോപാലാണോ അടുത്ത മുഖ്യമന്ത്രിയാവേണ്ടത്? അല്ല VD സതീശനാണോ? കനുകൂല സിദ്ധാന്തത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് തണ്ടും തലക്കനമൊന്നും ഞാൻ പറയുന്നതല്ല, പറയുന്ന ആൾ അൻവർ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരിക്കില്ലേ? അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചാണോ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്? അല്ല, വേറെ ആരെ പറ്റിയാണ് നിങ്ങൾ പറയുക? മുരളീധരനെ പറ്റിയാണോ? രമേശ് ചെന്നിത്തല പറ്റിയാണോ? ആരുണ്ട്? ഇവരാരും അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കുന്നുണ്ടോ? സുധാകരൻ പറഞ്ഞ പോലെ നിങ്ങൾക്കൊന്നും ഒരു ചാൻസും ഇല്ല എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞല്ലോ. നിലമ്പൂർ ജയിക്കും. നിലമ്പൂർ ജയിക്കുന്നതിൻ്റെ തുടർച്ചയായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഇലക്ഷൻ ഞങ്ങൾ മഹാഭൂരിപക്ഷവും സീറ്റും ജയിക്കും. അതിന് ശേഷം നടക്കാൻ പോകുന്ന 3-4 മാസമേ ഉണ്ടാവുള്ളൂ. അപ്പോഴേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വമ്പിച്ച രീതിയിലുള്ള മുന്നേറ്റം ഞങ്ങൾ. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രഖ്യാപിച്ചത് നിലമ്പൂർ വിജയിച്ചാൽ 100 സീറ്റോടെ 2026 UDF അധികാരത്തിലെത്തുമെന്നാണ്. അത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് അവർ 123 സീറ്റിൽ ജയിച്ചിരുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് 17 123 സീറ്റിൽ ജയിച്ചിരുന്നു. ആ 123 സീറ്റിൽ ജയിച്ചിട്ടാണ് ഞങ്ങൾ 99 സീറ്റ് ജയിച്ചത്. മറക്കണ്ടെന്ന് പറഞ്ഞോളൂ, ആരോട്? അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു. ഇനി ഇപ്രാവശ്യം 111 തന്നെ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ 100-ലധികം സീറ്റ് ചെയ്യും. ഈ പാർട്ടി തിരിച്ചു വരണമെങ്കിൽ മലബാറിൽ ഒരു കുറച്ചുകൂടി ശക്തി, അത് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ CPM വളരാതിരിക്കാൻ മുസ്ലിം ലീഗ് വല്ലാതെ പ്രതിരോധിക്കുന്നുണ്ട്. മുസ്ലിം സമുദായത്തിൽ പാർട്ടിക്ക് സ്വാധീനം കുറയാനുള്ള കാരണം ഞങ്ങൾ വളർന്നു വന്നത് മുസ്ലിം സമുദായത്തിലെ പാർട്ടി സ്വാധീനം ഉപയോഗിച്ചിട്ടാണ് കേരളത്തിൽ, പ്രത്യേകിച്ച് ഇവിടെ മലപ്പുറത്ത്. മലപ്പുറത്താണ് ഞാൻ പറയുന്നത്. മലപ്പുറത്ത് പിന്നെ ആരാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയായിട്ട് വളർന്നു വന്നത്? പണ്ടിങ്ങനെയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസ്ഥ മലപ്പുറത്ത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നല്ല രീതിയിൽ 10, 35, 40% വോട്ട് കിട്ടുന്ന ഒരു പാർട്ടിയായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, അതിലെ പ്രധാനപ്പെട്ട പാർട്ടി CPIM മാറിയിട്ടുണ്ട് മലപ്പുറത്ത്. ഞാൻ വളർന്നുകൊണ്ടിരിക്കുക. മലപ്പുറം നിയോജക മണ്ഡലത്തിൽ ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ സ്വാധീനവും പ്രശ്നങ്ങളൊക്കെ എല്ലാവരെയും ഉള്ളതുപോലെ ഇവിടെയുണ്ട്. അത്ര കണ്ടാൽ മതി. ആ സ്വാധീനത്തെ കൂടി ഉല്ലംഘിച്ചുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷ ശക്തികൾക്ക് വളരാൻ ഇവിടെ സാധിക്കുന്നത്. ഞങ്ങളെ കേഡർമാരെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ, ഞങ്ങളുടെ പ്രവർത്തകന്മാരെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ, ഞങ്ങളുടെ മാസം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ വലിയൊരു വിഭാഗം ഈ മലപ്പുറം ജില്ല ഉൾപ്പെടെ മുസ്ലിം ജനവിഭാഗം തന്നെയാണ്. പക്ഷെ താരതമ്യേന കുറവല്ല ഇത് മുസ്ലിം ലീഗിന്റെ. അതായത് മുസ്ലിം ലീഗിന്റെ മുമ്പ് എന്തായിരുന്നു സ്ഥിതി? മുസ്ലിം ലീഗ് മുമ്പ് എന്തായിരുന്നു അവസ്ഥ? ആ മുസ്ലിം ലീഗിന് അന്ന് നോമിനേഷൻ കൊടുത്തങ്ങോട്ട് പോയാൽ മതി. ഇപ്പോഴും ആ മണ്ഡലത്തിൽ കുറ്റി അടിച്ച് കിടക്കുന്ന പോലെ കിടക്കണ്ടേ? എന്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വാധീനം തന്നെയാണ്. ഇനി ഞങ്ങൾ വളരും, ഇനി ശക്തിമത്തായിട്ട് മുന്നോട്ടേക്ക് പോകും. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. നേരത്തെ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ മുസ്ലിം സമുദായ ശക്തികളൊക്കെ, പ്രത്യേകിച്ച് EK വിഭാഗം, സമസ്ത ഒക്കെ CPM-നോട് കുറച്ചുകൂടി അടുത്തിരുന്നു. ഇപ്പൊ അടുപ്പം പോയി എന്ന് തോന്നുന്നുണ്ടോ? പ്രത്യേകിച്ച് ജമാഅത്ത് തോന്നുന്നില്ല. അങ്ങനെയുള്ള ഒരു വിഭാഗത്തിന്റെയും ഞങ്ങളുമായിട്ടുള്ള അടുപ്പത്തിൽ ഒരു വ്യത്യാസം വന്നില്ല. എല്ലാവരും അടുത്തന്നെ. ജമാഅത്ത് ഇസ്ലാമിയൊക്കെ ദീർഘകാലമായി ഇടതുപക്ഷത്തിനൊപ്പം നിലപാടെടുത്താണ്. ജമാഅത്ത് ഇസ്ലാമിനെ ഇരുന്ന് കൂട്ടണ്ട. ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ RSSന്റെ കൗണ്ടർ പാർട്ടാണ്. ന്യൂനപക്ഷ വർഗീയതയുടെ അങ്ങേ തലയാണ് ജമാഅത്ത് ഇസ്ലാമി. അവർ UDF-ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിച്ചത്. SDPI അതുപോലെ തന്നെയാണ്. അവരൊന്നുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധമില്ല, ഒന്നും ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല.
അത്രയേ ഉള്ളൂ. ഇപ്പൊ ഈ ലീഗിനോടുള്ളൊരു അടുപ്പം ഇവിടെ ലീഗിൻ്റെ ചില നേതാക്കന്മാർ തന്നെ ഇപ്പോൾ ഏറ്റവും അവസാനം ഈ ഹോളിഡേ പ്രശ്നം വന്നപ്പോൾ തന്നെ അതിൻ്റെ പേര് അങ്ങ് കിടക്കുന്നു നോക്കി ചെറിയ വർഗീയതയിലേക്ക് അവരും ഇവരുടെ ഒപ്പം നിന്നതിൻ്റെ ഭാഗമായിട്ടൊരു പ്രശ്നത്തിലേക്ക് അവരും അനുഭവിക്കുന്നുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ദൂരവ്യാപകമായ ഫലം ഉളവാക്കുന്നു. അതിപ്പോൾ തുടങ്ങിയിട്ടുണ്ട് കുറേശ്ശെ. അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ ഷാർപ്പായിട്ട് പറഞ്ഞത് വിഷം ചീറ്റരുത്. അങ്ങനെയുള്ള ചില ചോദ്യവും അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളും വന്നപ്പോഴാണ് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞത് കേരളം പോലുള്ളൊരു സംസ്ഥാനത്തിനകത്ത് ഇതല്ല എടുക്കേണ്ട നിലപാട്. ലീഗ് പൊതുവെ വിഷം കലക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ലീഗൊന്നും പറഞ്ഞില്ല. ഇവരെല്ലാം അതിൻ്റെ ഭാഗമായിട്ട് പ്രതികരണം നടത്തി ഓരോരുത്തരും കൃത്യമായിട്ട് പ്രതികരണം പരിശോധിച്ച് നോക്കണം. അങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാനാറ് പറയാനുണ്ട്, ഈ പേര് കുന്നാംകുളത്താണ്, പേര് കുന്നാംകുളത്താന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. അതിതാണ്. അപ്പോൾ അതിനെ തുറന്ന് എതിർക്കണം, അതിനെ തുറന്ന് കാണിക്കണം. തുറന്ന് കാണിച്ചാൽ ഇവൻ്റെ ആ മുദ്രാവാക്യം അധികം മുന്നോട്ടേക്ക് പോകില്ല എന്നുള്ളതിൻ്റെ തെളിവാണ്. ഇന്നലെ പോയില്ലല്ലോ, പിന്നെ അത് അവസാനിച്ചില്ല അവിടെ. അതാ കാര്യം. CPM സംബന്ധിച്ചത് അവസാന ചോദ്യമാണ്. അവസാനം ചോദിക്കണ്ട. PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം PV അൻവർ അവകാശപ്പെടുന്നു അദ്ദേഹം 75,000 വോട്ട് കിട്ടുന്നൊക്കെയാണ്. അദ്ദേഹം ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്നപ്പോൾ അദ്ദേഹത്തിന് ശക്തി ഉണ്ടായിരുന്നു. ഇപ്പോൾ PV അൻവറിനെ എങ്ങനെയാണ് പാർട്ടി വിലയിരുത്തുന്നത്? അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം ഞാൻ PV അൻവറെ വിട്ടു. PV അൻവർ ഞങ്ങൾക്ക് ഒരു പ്രശ്നമുള്ള കാര്യമല്ല. PV അൻവർ ആർക്കെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് UDF-നാണ്. അത് അവർ കൈകാര്യം ചെയ്തോട്ടെ, ഞങ്ങൾക്ക് അതിൽ പ്രശ്നമില്ല. മറ്റൊന്ന്, ഈ രാജ്ഭവനുമായി ബന്ധപ്പെട്ടാണ്. നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരിക്കുന്ന ഘട്ടത്തിൽ സർക്കാരുമായി വല്ലാതെ അങ്ങനെ സംഘർഷത്തിലായിരുന്നു മുന്നോട്ട്. പിന്നീട് പുതിയ ഗവർണർ രാജേന്ദ്ര അർലേക്കർ വന്നപ്പോൾ LDF-നും സർക്കാരിനും ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു മാറ്റമുണ്ടാകുമെന്ന്. ഇപ്പോൾ വീണ്ടും രാജ്ഭവനിൽ RSS-മായി ബന്ധപ്പെട്ട രീതിയിൽ ചില പരിപാടികൾ, ആദ്യം അവിടെ സൈദ്ധാന്തികൻ വരുന്നു, പിന്നീട് RSS ഉപയോഗിക്കുന്ന ഒരു ചിഹ്നം അവിടെ പ്രതിഷ്ഠിച്ച് പരിപാടി സംഘടിപ്പിക്കുന്നു. എങ്ങനെയാ രാജ്ഭവന്റെ നീക്കങ്ങൾ? ഞാനത് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. അന്നേരം തന്നെ, ഇന്നലെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്നലെ മിനിഞ്ഞാന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അവിടെ പ്രകൃതി സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണല്ലോ ജൈവ രീതിയിലുള്ള മരം വെക്കലും പിടിക്കലും ഒക്കെ നമ്മൾ ആലോചിച്ചത്. കേരളത്തിൽ നന്നായിട്ട് നടന്നു. ലക്ഷക്കണക്കിന് മര തൈകളൊക്കെ കൊണ്ടുപോയി നട്ട് ആ പ്രകൃതി സംരക്ഷണം എന്നത് വളരെ ഫലപ്രദമായ രീതിയിലുള്ളൊരു മുദ്രാവാക്യമായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിൽ. ഗവൺമെൻറ് തലത്തിൽ തന്നെ നടന്നു. അങ്ങനെ നടക്കുമ്പോൾ ഒരു പരിപാടി നടക്കേണ്ടത് രാജ്ഭവനിലാണ്. ഔദ്യോഗികമായൊരു പരിപാടിയാണ്. അവിടെ പരിപാടിക്ക് പോകുമ്പോഴാണ് കാര്യം മനസ്സിലാകുന്നത്, അവിടെ RSS-ൻ്റെ അടയാളങ്ങളെ ചേർത്ത് നിർത്തിയിട്ടുള്ള ഒരു ഭാരതാംബ. ഭാരതാംബ എന്ന് പറയുന്നത് കൊട്ടേഷനാണ്. ഞാൻ പറയുന്നതാണെന്ന് നാളെ പറയേണ്ടത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഭാരതാംബയൊന്നുമല്ലത്, ഏതോ ഒരു ചിത്രം. അത് RSS-ൻ്റെയാണ്. ആ RSS അതിൽ ഇന്ത്യ എന്ന് പറയുന്നതൊക്കെ നമ്മുടെ ഇന്ത്യയൊന്നുമല്ല, എന്തൊക്കെയോ കൂടി ചേർന്ന ഇന്ത്യയാണ്. അതന്നെ അവർ പറയുന്ന അഖണ്ഡ ഭാരതം എന്നൊക്കെയാണ്. അതിൻ്റെ മേലെയാണ് ഇങ്ങനെ കൊടി പിടിച്ചിരിക്കുന്നത്. അതും കൊടി ദേശീയപതാക ഒന്നുമല്ല, ആ കൊടി RSS-ൻ്റെ കൊടിയാണ്. അങ്ങനെയുള്ള ഒന്നിൻ്റെ മേലെ പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് മാത്രമേ ഇവിടെ പരിപാടി നടത്താൻ പറ്റുള്ളൂ എന്ന് RSS-ൻ്റെ തന്നെ നിലപാട് സ്വീകരിക്കുന്ന സമീപനം അവിടെ ആവർത്തിച്ച് നടപ്പിലാക്കും എന്ന് പ്രഖ്യാപിച്ചാൽ ആ പ്രഖ്യാപനത്തിന് വഴങ്ങേണ്ട ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് നമ്മുടെ മന്ത്രി പ്രസാദ് അത് വേണ്ടെന്ന് വെച്ച് പരിപാടി ഉപേക്ഷിച്ചത്. ആ പരിപാടി ഉപേക്ഷിച്ച പ്രസാദിനെ ഞാനാണ് ആദ്യമായിട്ട് അഭിനന്ദിച്ചത്. അത് ശരിയായ നിലപാടാണ്. മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ഒരാൾക്കും അത് അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. സ്വതന്ത്രമായ നിലയിൽ ഞങ്ങൾ കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞത് ശരിയാണ്. പ്രസാദിനെ അഭിനന്ദിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. അതേ നിലപാടുമായി രാജ്ഭവനും ഗവർണറും മുന്നോട്ട് പോയ പ്രതിസന്ധിയിലാവില്ല, പ്രത്യേകിച്ച് നടത്തേണ്ട കുറെ പരിപാടികളില്ലേ? അത് ഒരുപാട് പരിപാടികളുണ്ട്, നടന്നുകൊണ്ടിരുന്നതും നടന്നതുമായ ഒരുപാട് പരിപാടികൾ. അതിനോടെല്ലാം എടുക്കുന്ന നിലപാടെന്താണോ ആ നിലപാട് വെച്ചിട്ടാണല്ലോ അതിന് പ്രതികരിക്കേണ്ടത്. ഈ നിലപാട് വെച്ച് പ്രതികരിക്കും. കാവ്യവൽക്കരിക്കുക എന്നുള്ളതാണ് അവരുടെ പൊതു അജണ്ട. കാവിക്കൊടി പിടിച്ച ഭാരതാംബയോടാണോ, ഭാരതാംബ എന്നുള്ള സങ്കല്പത്തോടാണോ വിയോജിപ്പ്? എല്ലാവരോടും വിയോജിപ്പാണ്. രണ്ടും വിയോജിപ്പാണ്. പിന്നെന്താ, പകുതി ശരിയും പകുതി. കാവിക്കൊടി പിടിച്ചതുകൊണ്ടാണ്. കാവിക്കൊടി പിടിച്ചാൽ മാത്രമല്ല, ഭാരതാംബ എന്ന് പറയുന്ന സങ്കല്പം തന്നെ ഇല്ല. ഏതാ ഭരണഘടനയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത്? ഭരണഘടന. അതിന് പകരം ഏതോ ഒരു ചിത്രവും വരച്ചിട്ട് ആ ചിത്രം വരച്ചത് അതാണ് ഭാരതാംബ. ഏത് ഭരണഘടനയിലാണ് ഭാരതാംബയുള്ളത്? അതൊരു സങ്കല്പമാണല്ലോ. എന്ത് സങ്കല്പം? അങ്ങനെ എനിക്കൊന്നെല്ലാം സങ്കല്പിക്കാം. ഞാൻ നാളെ രാവിലെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മാർസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചപ്പാട് ഈ നിമിഷം വരെയുള്ള എല്ലാ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉൾപ്പെടെ എല്ലാം ചേർന്നുകൊണ്ടുള്ള ഒന്നാണ്, വികസിച്ച ഒന്നാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കൊടിയും പിടിച്ചിട്ട് നിയമസഭയിലേക്ക് പോകുമ്പോൾ അങ്ങനെ പോയാലോ? എന്നിട്ട് ഞാൻ നിയമസഭയിൽ കൊണ്ടുപോയിട്ട് സ്ഥാപിക്കുകയാണ്. ഞാൻ ഇരിക്കുന്ന അതിൻ്റെ അടുത്ത് MLA എന്നാണല്ലോ, ഞാനിപ്പോൾ MLA അതിൻ്റെ അടുത്ത് ഞാനിത് വെക്കുകയാണ്. എന്നിട്ട് ഞാൻ അവിടെ പുഷ്പാർച്ചന നടത്തുകയാണെന്ന് പറഞ്ഞാലോ?
തോന്നിയാസം കളിക്കാൻ ഇതെല്ലാം BJP യഥാർത്ഥ പറയുന്നത് സൂക്ഷ്മമായി അതൊരു പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ സ്വാതന്ത്ര്യ ഭരണഘടനാപരമായിട്ട് മാത്രമേ കാര്യം കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. BJP പറയുന്നത് സ്വാതന്ത്ര്യ സമര കാലത്തൊക്കെ നമ്മളെ പ്രചോദിപ്പിച്ച വലിയൊരു ചിഹ്നമാണ് ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചവരാണ്. അപ്പൊ അതിന്റെ ഒരു പ്രതീകമായിട്ടാണ് കണക്കാക്കുന്നതാണ്. അത് അവർ കണക്കാക്കുന്നില്ലേ RSS കണക്കാക്കാൻ ഞാൻ കണക്കാക്കേണ്ട വല്ല കാര്യമുണ്ടോ? കേരളത്തിൽ ജനങ്ങൾ കണക്കാക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഞാൻ കണക്കാക്കുന്നു, നിങ്ങളെല്ലാം കണക്കാക്കിക്കോ. അതല്ലേ ഫാസിസം? പറയാതെ പറയുന്ന ഫാസിസം അത്. അതാണ് ഈ അങ്ങനെയെങ്കിൽ പക്ഷെ അങ്ങനെയെങ്കിൽ സംസ്ഥാന സർക്കാർ ഈ വിയോജിപ്പ് ഒരു അസംതൃപ്തി ഗവർണർ അറിയിക്കേണ്ടതില്ലേ? എന്തിനാണ് അസംതൃപ്തി അറിയിക്കുന്നത്? ഇതിനെക്കാളും വലിയ അസംതൃപ്തി ഇനി പറയേണ്ടത്? ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഗവൺമെന്റ് പറഞ്ഞു, നമ്മളെല്ലാവരും പറഞ്ഞു. മുഖ്യമന്ത്രി പറയുന്നില്ല. മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഇനി മുമ്പ് പ്രഭാഷണം നടത്തിയപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, ആ പ്രഭാഷണം ആ രീതിയിൽ സംഘടിപ്പിച്ചത് ശരിയല്ല. അതുകൊണ്ട് കാര്യമൊന്നുമില്ല, ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാൻ മാത്രമേ ഉള്ളൂ. CPI രാഷ്ട്രപതിക്കൊക്കെ കത്തയക്കൊക്കെ ചെയ്തിട്ടുണ്ട് വിഷയത്തിൽ. അപ്പൊ അതിൽ ഞങ്ങൾ പണ്ടേ പറഞ്ഞില്ലേ ഇത് പ്രസിഡന്റ് ഈ ഗവർണർമാരെ പിൻവലിക്കണം. ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് CPI പറഞ്ഞിട്ടുണ്ട്, CPM പറഞ്ഞിട്ടുണ്ട് പിൻവലിക്കണം. ഈ ഒരു ആഭരണം പോലെ വെറുതെ നിർത്തേണ്ട യാതൊരു കാര്യമില്ല. പിൻവലിക്കേണ്ടതാണ്. ഭരണഘടനാ ചർച്ച നടത്തുമ്പോഴും പറഞ്ഞിട്ടുണ്ട്, അതിന് ശേഷവും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നാളെയും പറയാം, ഒരു കുഴപ്പമില്ല. ഈ M സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഒരു വിമർശനം ഉന്നയിക്കപ്പെടുന്നത് M സ്വരാജ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്, അദ്ദേഹത്തെ ഒതുക്കുന്നതിന് വേണ്ടി ഇവിടെ മത്സരിപ്പിക്കുകയാണെന്നും അദ്ദേഹത്തിന് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതൊക്കെയാണ്. വെറുതെ അസംബന്ധങ്ങൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതിലൊന്നാണിത്. ഓരോ അസംബന്ധങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും, അതിൻ്റെ ഭാഗമായിട്ട് ഇതും പറയുന്നു മാത്രമേ. അപ്പോൾ അവസാനിപ്പിക്കാല്ലേ? വളരെ നന്ദി. വളരെ നന്ദി.